ഞാനിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ കുറച്ച് വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ, അതായത് പച്ചയായ സത്യം മനസ്സിലാക്കാൻ സാധിച്ചത്. വേറെ ഒന്നുമല്ല കേട്ടോ, നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവും, നമ്മളായിട്ട് ചിലപ്പോൾ അധികം ഇൻട്രാക്ഷൻസ് ഉണ്ടാവില്ല, ചിലപ്പോൾ അധികം കണക്ഷൻ ഉണ്ടാവില്ല. ഫ്രണ്ട്സാണ്, ഓക്കെ. പക്ഷേ വലിയൊരു കണക്ഷനോ, അതായത് ഡെയിലി കോൺവെർസേഷനോ, അല്ലെങ്കിൽ നമ്മൾ അവരെ ഇടയ്ക്ക് വിളിക്കാറ് പോലും ഉണ്ടാവില്ല. ചിലപ്പോൾ വർഷങ്ങളായിട്ടുണ്ടാവും വിളിച്ചിട്ടുണ്ടാകുന്നത്. പക്ഷെ അവർ തരുന്നൊരു സപ്പോർട്ടും, അതേപോലെ നമ്മുടെ റിലേറ്റീവ്സ്, ചില റിലേറ്റീവ്സായിട്ട് നമ്മൾ ഡെയിലി കാണണ്ട, പക്ഷെ മിണ്ടയും കൂടി ഇല്ല. ചിലപ്പോൾ നമ്മൾ അധികം നമ്മുടെ ഗ്രൂപ്പുകളിൽ പോലും അവരധികം ആക്റ്റീവ് ആയിരിക്കില്ല. ചിലപ്പോൾ അവരായിട്ട് നമ്മൾ അധികം മെസ്സേജ് പോലും അയക്കില്ല, ആവശ്യത്തിനൊക്കെ വിളിക്കും. അങ്ങനെയുള്ള റിലേറ്റീവ്സ് നമുക്ക് തരുന്നൊരു സപ്പോർട്ട് ഉണ്ടല്ലോ, അത് ശരിക്കും അതാണ് നമ്മൾ ശരിക്കൊക്കെ ഒരു നമുക്ക് വളരെ ഒരു സന്തോഷം തരുന്നത് മാത്രമല്ല കേട്ടോ, നമുക്ക് ശക്തി കൂടി തരുന്ന സംഭവം അതാണ്. ഈ മുന്നോട്ട് പോകാനായിട്ടുള്ള ശക്തി തരുന്നവരാണ്. പിന്നെ നമ്മുടെ സ്ഥിരം കൂടെ നടക്കുന്നവർ ചിലപ്പോൾ നമ്മുടെ വേറെ പല റിലേറ്റീവ്സൊന്നും നമുക്ക് ചിലപ്പോൾ അത്ര ഇമ്പോർട്ടൻസ് തരികയില്ല. ചിലപ്പോൾ നമ്മുടെ വീഡിയോയിൽ ചിലപ്പോൾ ലൈക്ക് പോലും തരികയില്ല. ഞാൻ മെയിനായിട്ട് പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല, ഞാൻ ഈ റീൽസ് തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ആരൊക്കെ കൂടെ നിൽക്കും, ആരൊക്കെ കൂടെ നിൽക്കില്ല എന്നുള്ളത്. അപ്പോൾ നമ്മളുടേതായിട്ട് കാണുന്ന ഒരുപാട് ആൾക്കാരൊന്നും ശരിക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊന്നുമല്ല. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ടും ഈ പറയുന്ന റീൽസിലോട്ടൊന്നും ഇറങ്ങരുത്. കാരണം കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടോ വേറെ എന്തിലോട്ടും നമ്മൾ ഇറങ്ങരുത്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വേറെ ഒന്നുമല്ല. അപ്പോൾ നിങ്ങൾക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഞാൻ വേറൊരു ഐഡിയയും പറഞ്ഞുതരാം. ഞാൻ ഈ അടുത്ത് കുറച്ച് പേരുടെ ഇങ്ങനെ വീഡിയോസൊക്കെ കണ്ട് കുറച്ച് പേര് അക്കൗണ്ട് ഒന്ന് ഫോളോ അപ്പ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ സംഭവമാണ്, അവർ ഫുൾ ടൈം ഇടുന്ന വീഡിയോ കോപ്പി വീഡിയോസാണ്. ആരെങ്കിലുമൊക്കെ ചെയ്ത വീഡിയോ കോപ്പി കണ്ടന്റാണ്. പക്ഷെ അവർക്ക് നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ട്. ഇപ്പം ഞാൻ കോപ്പി അടിച്ച് ചെയ്യാറുണ്ട്. എന്നാലും കൂടി ഞാൻ പറയുന്ന സംഭവം വേറെ ഒന്നുമല്ല, എനിക്ക് കണ്ടന്റ് ഒന്നും കിട്ടാണ്ടാവുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ വീഡിയോ ആരെല്ലാം ഇത് കോപ്പി അടിച്ച് എൻ്റെതായ രീതിയിൽ ചെയ്യും. പക്ഷെ ചിലരങ്ങനെയല്ല, ചിലർ എങ്ങനെയാണ് ചെയ്ത് വെച്ചാക്കുന്നത് അതേപോലെ തന്നെ ചെയ്യും. ചിലപ്പോൾ ആ ചെയ്തേക്കുന്നവരിൽ കൂടുതൽ ഭംഗി ഇവരുടെ വീഡിയോസിനായിരിക്കും. ചിലപ്പോൾ ഒരു ഭംഗിയും ഉണ്ടായില്ലെങ്കിൽ കൂടിയും അവർക്ക് ആ വീഡിയോസിന് അത്യാവശ്യം റീച്ച് കിട്ടുകയും അതുവഴി ഫോളോവേഴ്സിനെ കിട്ടുന്നതും എൻ്റെ ഒരു ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വേറൊന്നല്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന്, നിങ്ങൾക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ചിന്ത ഒന്നും വേണ്ട. നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ റീച്ചായിട്ട്, അതായത് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ഏത് വീഡിയോസാണ് കയറി പോയേക്കുന്നത് അതിൻ്റെ തന്നെ കോപ്പി അടിച്ച് വീഡിയോസ് ചെയ്യുക. അത് ചെയ്യാത്തവർ ഈ പറഞ്ഞ പോലെ ഫുഡിൻ്റെ വ്ളോഗ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫുഡ് വീട്ടിലുണ്ടാക്കുന്നത്, വീട്ടിൽ ചിലപ്പോൾ ചോറും പരിപ്പറി ഇരിക്കും, ചിലപ്പോൾ മുട്ടക്കറി ഇരിക്കും, ചിലപ്പോൾ അച്ചാർ വെളിച്ചെണ്ണ ഒഴിച്ച് ഉപ്പിട്ടായും കഴിക്കുന്നത്. അതുവരെ നിങ്ങൾ ഒരു കണ്ടന്റ് ആക്കിയിട്ട് വീഡിയോ ചെയ്യും 10 സെക്കൻഡിൽ കൂടുതലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അത് ഒരു വീഡിയോ ആയിട്ട് തന്നെ പരിഗണിക്കും, റീലായിട്ട് തന്നെ പരിഗണിക്കും. അപ്പോൾ പിന്നെ മെയിനായിട്ട് പറയാൻ വന്നത് വേറെ ഒന്നുമല്ല കേട്ടോ, ഫേസ്ബുക്ക് വെറുതെ ഒന്നും പൈസ തരില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ലോങ് വീഡിയോ ആണ് ചെയ്തത് യൂട്യൂബിലേക്ക്. അതായത് നമുക്ക് സോഷ്യൽ മീഡിയ വഴി ഏറ്റവും എളുപ്പം ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നൊരു പരിപാടി എന്ന് പറയുന്നത്, ഏൺ ചെയ്യാൻ പറ്റുന്നൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫേസ്ബുക്കാണെന്നുള്ളത്. ആ ഫേസ്ബുക്ക് നമുക്ക് പെട്ടെന്നൊന്നും ക്യാഷ് തരുമൊന്നുമില്ല. അപ്പോൾ അതിന് കുറച്ച് ക്രൈറ്റീരിയസ് ഒക്കെ ഉണ്ട്. നിങ്ങളുടെ അക്കൗണ്ട് ആദ്യം പ്രൈവറ്റ് അക്കൗണ്ടാണെന്നൊന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ അതൊന്ന് പബ്ലിക് ആക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡാഷ്ബോർഡ് ഓൺ ചെയ്ത് തരും. ആ ഡാഷ്ബോർഡിൽ നോക്കുക നിങ്ങളുടെ വീക്കിലി ടാസ്ക് എന്താണെന്നുള്ളത്. ആ വീക്കിലി ടാസ്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. അത് കംപ്ലീറ്റ് ആവാനായിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട. ഈ പറഞ്ഞ പോലെ നിങ്ങൾ കാലത്ത് എഴുന്നേൽക്കുമ്പോൾ ഒരു ഗുഡ് മോർണിംഗും രാത്രി ഒരു ഗുഡ് നൈറ്റ് അയച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയണ പോലെ തന്നെ 2 പോസ്റ്റ് ആവും. അതിനിടയ്ക്ക് ഒരു 10 സെക്കൻഡ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ 2 പോസ്റ്റും ഒരു റീലുമായി. പിന്നെ എന്തെങ്കിലുമൊക്കെ കുത്തൊക്കെ കുറിക്കാനുള്ളവർക്കാണെങ്കിൽ അങ്ങനെയും കുറിച്ച് വെക്കാം. പിന്നെ അതിനിടയ്ക്ക് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിനകത്തോട്ടൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്താണ് ഇതിൻ്റെ ഒരു വഴി എന്നുള്ളത്. അപ്പോൾ ഞാൻ വേറൊരുവരും പറഞ്ഞുതരാം, ഇത് എത്ര നാളത്തേക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന കാര്യം വേറൊന്നുമല്ല, വീട്ടിൽ ഒരുപാട് പേര് ഈ അടുത്ത് ഞാൻ എൻ്റെ വാട്സപ്പിൽ സ്റ്റാറ്റസൊക്കെ കാണുമ്പോൾ എൻ്റെ കൂടെ പഠിച്ച പഴയ ഫ്രണ്ട്സും, അതായത് +2 ഫ്രണ്ട്സ്, കോളേജ് ഫ്രണ്ട്സ്, പിന്നെ അല്ലാത്ത വേറെ പരിചയമുള്ള വേറെ അങ്ങനെയുള്ള ഒരുപാട് പെൺപിള്ളേരാണ് കൂടുതലും. അവർ ഈ മറ്റുള്ളവരെ പരസ്യം ഇങ്ങനെ വാട്സപ്പിൽ സ്റ്റോറി ആയിട്ട് വെച്ച് സ്റ്റോറി ഇട്ട് പൈസ നേടണ പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഒരുത്തിരി അടുത്ത് ഞാൻ ചോദിച്ചു, എന്താണ് എല്ലാ ദിവസവും ഇങ്ങനെ ഇടുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇതുവഴി മാസം 10,500 കിട്ടുമെന്ന് പറഞ്ഞു. 1,500 കിട്ടുമെന്ന് അവർ പറഞ്ഞത്. അത് അവർക്ക് ചിലപ്പോൾ ഒരു വലിയൊരു എമൗണ്ട് ആയിരിക്കാം. ഇപ്പം എൻ്റെ അടുത്ത് ഇൻസ്റ്റയിൽ കുറച്ച് പേര് 2 വീഡിയോസ് കയറിപ്പോയ സമയത്ത് കുറച്ചധികം പേര് ചോദിച്ചൊരു കൊളാബ് വീഡിയോ ചോദിച്ചത് വേറെ ഒന്നുമല്ല, മറ്റേ പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആ വീഡിയോ പ്രൊമോട്ട് ചെയ്യുന്നുള്ള രീതിയിൽ. അപ്പോൾ എനിക്കത് ജെന്യൂനായിട്ട് തോന്നിയാൽ മാത്രമേ നമുക്കത് പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. പക്ഷേ എനിക്ക് ജെന്യൂനായിട്ട് തോന്നിയൊരു കാര്യമാണ് ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാന്നുള്ളത്. ഫേസ്ബുക്ക് വഴി കിട്ടുമെന്ന് മനസ്സിലായത്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് എന്തായാലും കുറച്ച് പൈസ ഏൺ ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസവും. എനിക്കിപ്പോൾ അതിൽ നിന്ന് മനസ്സിലായ കാര്യമാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഞാനിതിനകത്ത് വലിയൊരു അറിവുള്ള ഒരാളൊന്നുമല്ല, എന്നാൽ കൂടിയും എനിക്ക് എന്താണോ സംഭവിച്ചത് അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട്സിൻ്റെ അടുത്ത് എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് ചോദിച്ചു, വേറെ ഒന്നുമല്ല, നീ എന്തിനാണ് ഫേസ്ബുക്കിലെ കാര്യം വന്നതും യൂട്യൂബിൽ വന്നിട്ട് പറയാനൊക്കെ പോയെന്ന് ചോദിച്ചു. നിനക്കത് നിൻ്റെതായ രീതിയിൽ പോയാൽ പോലെയെന്നാണ് ചോദിച്ചത്. ഞാൻ മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഇങ്ങനെയുള്ളവരെയാണ്. കാരണം
വേറെ ചതികളിലൊന്നും പോയി പെടണ്ട. നിങ്ങൾക്ക് സെക്കൻഡറി ഏണിങ്, അതായത് നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഏണിങ്സ് പ്രതീക്ഷിക്കുന്നവർ ഇതിലോട്ട് തിരിഞ്ഞാൽ മതി. മനസ്സിലായില്ലേ? ചിലർക്ക് നല്ല രീതിയിൽ പാടാൻ കഴിയുള്ളൂ, ഒരു ആക്ട് ചെയ്യാൻ കഴിയുള്ളൂ, ഒരു ഡാൻസ് ചെയ്യാൻ കഴിയുള്ളവരൊക്കെ അങ്ങോട്ട് തട്ടിക്കൊന്നും നോക്കണ്ട. ഇപ്പം എനിക്ക് ആക്ട് ചെയ്യാൻ അത്ര നല്ല കഴിവുള്ള ആളൊന്നല്ല എന്ന് എനിക്ക് നല്ലതായിട്ട് അറിയാം. പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ ഒരു ക്യൂരിയോസിറ്റി, ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനൊക്കെ എനിക്കൊരു ത്വരയുണ്ട്. കാരണം ഇങ്ങനെയൊക്കെ ചെയ്ത് നല്ലതായിരിക്കുമല്ലോ എന്ന രീതിയിൽ. പക്ഷേ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ചിന്തയിൽ ഇരുന്ന് കഴിഞ്ഞാൽ പോയി. നിങ്ങൾക്ക് എന്ത് കഴിയും എന്നുള്ള രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അടുത്ത ദിവസം നിങ്ങൾ ഇറങ്ങി എന്തായാലും സ്റ്റാർട്ട് ചെയ്യുക. കുറച്ച് ദിവസം വീഡിയോ ഇട്ടിട്ട് പിന്നെ നിങ്ങൾ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞ് പോകരുത്. ചിലപ്പോൾ ഒരു 6 മാസം, ചിലപ്പോൾ 2 മാസം മതിയാവുമെന്ന് എനിക്ക് തോന്നണം. ചിലപ്പോൾ 6 മാസം വേണ്ടി വരും, ചിലപ്പോൾ 1 വർഷം വേണ്ടി വരും. പക്ഷെ നിങ്ങളുടെ എഫേർട്ട് നിങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുക. മനസ്സിലായില്ലേ? ഇത് നിർത്തിപ്പോയില്ലെങ്കിൽ നിങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് എന്തായാലും ഒരു സക്സസ് ഉണ്ടാവും. ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും. അത്രയും ദിവസം ഇട്ടത്. പിന്നെ അതുമാത്രമല്ല, നിങ്ങൾ ഒരിക്കലും മറ്റൊരാളെ കണ്ടുകൊണ്ട് നിങ്ങൾ ഇതിനകത്ത് ഇറങ്ങരുത്. നിങ്ങളുടെ നല്ലൊരു കൂടെ നടക്കുന്ന ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ നിങ്ങൾ അവരെല്ലാവരും മറന്നിട്ട് വേണം ഇതിനകത്ത് ഇറങ്ങാനായിട്ട്. മറക്കാമെന്ന് ഉദ്ദേശിച്ച് വേറെ ഒന്നല്ല, അവരെ നിങ്ങൾ പരിഗണിക്കണ്ട. നിങ്ങൾക്ക് പുറത്തുള്ളവർ എത്ര പേര് സപ്പോർട്ട് ചെയ്യും എന്ന് നോക്കിയാൽ മതി. ഒരു കാര്യം പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൂട്ടുകാരനോട് ചോദിച്ചാൽ, ഈ എല്ലാ ദിവസവും ഗുഡ് നൈറ്റും ഈ ചിലപ്പോൾ ഗുഡ് മോർണിംഗും ഇടയ്ക്ക് ഫോട്ടോസൊക്കെ ഇടുമ്പോൾ നിനക്ക് ആ കഞ്ചും ചിലപ്പോൾ ഒന്നും ലൈക്ക് കിട്ടാറില്ല, നീ എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീക്കിലി ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംഭവം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ വേറെ ആരെയും കൺസിഡർ ചെയ്യണില്ല കേട്ടോ. അതിനകത്ത് വേറെ ഒന്നല്ല, അഹങ്കാരം ഒന്നും കൊണ്ട് പറയണമെന്നല്ല, അതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് പോകണം. അപ്പോൾ ആ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയാണ് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരുന്നത്. നിങ്ങളും ഇതേപോലെ നിന്ന് ഒരു പാറ്റേൺ പിടിച്ച് നോക്കാം. പിന്നെ നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങളുടെ ഉള്ളിൽ നല്ല രീതിയിൽ ഉറങ്ങിക്കിടക്കുന്ന ചിലപ്പോൾ ഒരു ആക്ടറോ അല്ലെങ്കിൽ ഡയറക്ടർ ആരെയൊക്കെ ഉണ്ടാവും. നിങ്ങൾ അതിനായി ഇങ്ങനെ പൊടി തട്ടി പുറത്തോട്ട് എടുത്ത് നിങ്ങൾ അതൊന്ന് വലുതാക്കി എടുക്കുക. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഈ പറഞ്ഞ പോലെ ഏൺ ചെയ്യാൻ പറ്റും. നിങ്ങൾ വേറെ ചതിയിലോട്ടൊന്നും പോയി പെടില്ല.